പ്രിയപ്പെട്ട രമേശിനും ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും മറ്റ് സൗഹൃദങ്ങൾക്കും സ്നേഹവന്ദനം. 40കളിലെ പ്രണയം. ഇപ്പോൾ ഓഡിയോ ലോഞ്ച് കണ്ടപ്പോൾ 3 പാട്ട് കാണാനും കേൾക്കാനും കഴിഞ്ഞപ്പോൾ 40കളിലേക്കൊന്ന് തിരിച്ചു വന്നാലോ എന്നെനിക്കും തോന്നിപ്പോയി. 40കളിലെ പ്രണയം ഒരു പേടിയുമില്ലാതെ, ചിലപ്പോൾ വേദനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ആ സ്നേഹം കിട്ടാതെ വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഏതായാലും 40കളിലെ പ്രണയം നല്ല പ്രണയമായിരിക്കും, പക്വതയുള്ള പ്രണയമായിരിക്കും. ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും, പക്ഷേ ഇത് ഇപ്പോൾ പാട്ട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ നല്ലത് തന്നെയാണ്. ഒരു ഷോർട്ട് മൂവിയിലൂടെ തുടങ്ങി. ഞാനൊരു ഷോർട്ട് മൂവിയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ രമേശ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് സിനിമയായാലോ. ആ നാവ് പൊന്നായല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കിപ്പോഴുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ചേച്ചി നമ്മുടെ സിനിമ മത്സരങ്ങൾക്കൊക്കെ കൊടുത്തു, അതിൻ്റെ വിജയങ്ങളും എന്നോട് വിളിച്ച് പറയാറുണ്ട്. മിക്ക ദിവസവും ഞാൻ വിളിക്കും. പക്ഷേ അതിൻ്റെ മാഹാത്മ്യം കൊണ്ട് ഇത് തിയേറ്ററിൽ എത്തിക്കാൻ ആ സന്മനസ്സും അത് അഭിനയിച്ച ഞങ്ങൾക്കും സന്തോഷമാണ്. നല്ലൊരു കഥാപാത്രം, എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരമ്മ ക്യാരക്ടർ എനിക്ക് തന്നതിനും വളരെ സന്തോഷത്തോടെ ഞാൻ രമേശിനെ താങ്ക്സ് പറയുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ. അഭി എന്നാൽ സംസ്കൃത പദമാണ്, മുന്നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നയം, നയിക്കുക. അഭിനയം, മുന്നോട്ട് നയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു അഭിനേത്രിയോ അഭിനേതാവിനെയോ സംബന്ധിച്ചിടത്തോളം അതെവിടെ വരെ പോകും? ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് ഓൺലി. നമ്മൾ അഭിനയിക്കുന്നിടത്ത് നിന്നും കാണികളുടെ കണ്ണിലും മനസ്സിലും മാത്രമാണ്. അവിടെയാണ് നമ്മുടെ അവാർഡ്. ഓഡിയൻസിന്റെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്. പേനാമനയ്ക്കിടുന്ന തൽപര കക്ഷികൾക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികത്തിന് അടിമയാകുന്ന പേനാമനയുടെ മാർക്കല്ല അത്. നമ്മുടെ അവാർഡ് നമ്മുടെ ഓഡിയൻസിന്റെ പ്രതികരണമാണ്. ഇത് കണ്ട് 40കളിലെ പ്രണയം കുറച്ച് കലാകാരുടെ കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് കടമ്പകൾ കടന്നാണ് നാം തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ ഇതിനൊരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും